ശബരിമലയിൽ യുവതികളെ പ്രവേശിക്കുന്നതിനെതിരെയുള്ള സമരം ശക്തമായപ്പോൾ അന്ന് കേരളത്തിലെ വിശ്വാസികൾ ഒന്നടങ്കം പറഞ്ഞത് ഇങ്ങനെയാണ്: കുമ്മനം വന്നാൽ ജയിക്കും. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തിരുവനന്തപുരത്തെ വോട്ടർമാരും പറയുന്നു കുമ്മനം വന്നാൽ ജയിക്കും. ഇതാണ് കുമ്മനം രാജശേഖരൻ എന്ന പൊതുപ്രവർത്തകനിലുള്ള കേരളീയരുടെ വിശ്വാസം. കർമ്മപഥത്തിൽ കാലിടറാതെ ഏറ്റെടുത്തതെല്ലാം അത് സേവനമായാലും സമരമായാലും സംഘാടനമായാലും പൂർണ്ണ വിജയത്തിലെത്തിച്ച കർമ്മയോഗി. ഏറ്റെടുക്കുന്ന ഓരോ പ്രവൃത്തിയിലും ആത്മാർത്ഥതയുടെ കയ്യൊപ്പ് പതിപ്പിച്ച കറകളഞ്ഞ രാഷ്ട്രീയ നേതാവ്. കുമ്മനം രാജശേഖരനെ കുറിച്ച് എതിരാളികൾക്ക് പോലും മറിച്ചൊരു അഭിപ്രായമില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ സിറ്റിംഗ് MP ആയ കോൺഗ്രസിന്റെ ശശി തരൂരിനെ തറപറ്റിക്കാൻ BJP പുറത്തെടുത്ത തുറുപ്പുചീട്ടാണ് കുമ്മനം. രാജശേഖരനിലെ പൊതുപ്രവർത്തകനെ ഉണർത്തിയെടുത്തത് കുമ്മനം ഗ്രാമത്തിലെ NSS ഹൈസ്കൂളാണ്. കുമ്മനം നായർ സമാജം സ്കൂൾ NSS ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ സംഘാടകനായി പ്രവർത്തിച്ചത് രാജശേഖരൻ എന്ന വിദ്യാർത്ഥിയായിരുന്നു. അന്ന് വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് പ്രസംഗിച്ച രാജശേഖരനിലെ സംഘാടകനെ തിരിച്ചറിഞ്ഞത് യുഗപ്രഭാവനായ സാക്ഷാൽ മന്നത്ത് പത്മനാഭനായിരുന്നു. അരികെ വിളിച്ച് മികച്ച പൊതുപ്രവർത്തകനാകണമെന്ന് അനുഗ്രഹിക്കുകയും NSSന്റെ കനക ജൂബിലി ആഘോഷങ്ങളിൽ വോളണ്ടിയറായി നിയോഗിക്കുകയും ചെയ്തു. ആ അനുഗ്രഹം വെറുതെ ആയില്ല. ആ വിദ്യാർത്ഥി ഇന്ന് കുമ്മനം രാജശേഖരൻ എന്ന വർത്തമാനകാല രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ ജേതാവായി മാറിയിരിക്കുന്നു. ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടറിഞ്ഞ് അവ പരിഹരിക്കുന്നതിന് കുമ്മനത്തിനുള്ള കഴിവ് എതിരാളികൾ പോലും സമ്മതിച്ചു തരും. ദീപികയിൽ സബ് എഡിറ്ററായിട്ടാണ് കുമ്മനം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കേരളദേശം, കേരളഭൂഷണം, കേരളധ്വനി, രാഷ്ട്രവാർത്ത എന്നീ പത്രങ്ങളിലും പ്രവർത്തിച്ചു. ജന്മഭൂമിയുടെ എഡിറ്റർ, മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ തുടങ്ങിയ ചുമതലകളും വഹിച്ചു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ലഭിച്ചതോടെ പത്രപ്രവർത്തനത്തിന് താൽക്കാലിക അവധി നൽകി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായി ആ ധർമ്മധാരയ്ക്കൊപ്പം ചേർന്ന കുമ്മനം രാജശേഖരൻ 1982 സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ നടന്ന സമന്വയ പദയാത്രയിലും 1983 നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിലും പാലിയം വിളംബരത്തിലും ഗീതജ്ഞാന യജ്ഞങ്ങളിലും ഒട്ടനവധി ധർമ്മജാഗരണ പ്രവർത്തനങ്ങളിലും സംയോജകനായും സംഘാടകനായും ഒക്കെ നിറഞ്ഞു നിന്നു. നിലയ്ക്കലിന്റെ പൈതൃകം നിലനിർത്തുവാനുള്ള പ്രക്ഷോഭത്തിലും തൃശൂരിനടുത്ത് പാലാഴി ക്ഷേത്രത്തിലെ ഐത്താചരണത്തിനെതിരെയും ഇളവൂർ തൂക്കത്തിലെ അനാചാരങ്ങൾക്കെതിരെയും പൊരുതിയത് കുമ്മനത്തിന്റെ സാമൂഹ്യ നവോത്ഥാന പോരാട്ടങ്ങളുടെ ആദ്യകാല കാഴ്ചകളാണ്. പൊതുപ്രവർത്തന നിരതമായ ജീവിതചര്യയിൽ സർക്കാർ ജോലിയോട് വേണ്ടത്ര നീതി പുലർത്താനാകുന്നില്ല എന്ന തോന്നലുണ്ടായപ്പോൾ FCIയിലെ ജോലി രാജിവെച്ചു. ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം ഈസ്റ്റിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തി. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും അംഗീകാരമായി കുമ്മനത്തെ തേടിയതെത്തിയതായിരുന്നു ഗവർണർ പദവി. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, ധാർമ്മിക മേഖലകളിൽ നിന്ന് ലഭിച്ച ജീവിതാനുഭവങ്ങളുമായിട്ടാണ് കുമ്മനം മിസോറാമിലെത്തിയത്. ജനങ്ങളെ കേൾക്കുന്നതിനോ അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനോ പ്രോട്ടോകോൾ തടസ്സമാകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന കുമ്മനം പൊതുപരിപാടികളിൽ പദവിയുടെ അലങ്കാരമില്ലാതെ ജനങ്ങളിൽ ഒരാളായി മാറി. ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും ഭംഗിയായി പൂർത്തിയാക്കി. ഗവർണർ സ്ഥാനത്ത് നിന്ന് നിറഞ്ഞ സംതൃപ്തിയോടെ പടിയിറങ്ങി. ഇപ്പോൾ വീണ്ടും ജനസേവകനായി ജനങ്ങൾക്കിടയിലേക്ക്. തിരുവനന്തപുരത്ത് അനന്തപത്മനാഭന്റെ മണ്ണിൽ താമര വിരിയിക്കാൻ കുമ്മനം എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.